2024 എയിംസിന്റെ BSc നഴ്സിംഗിന്റെ സീറ്റ് അലോട്ട്മെന്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഒന്ന്, ഈ BScയുടെ അല്ലെങ്കിൽ എയിംസിന്റെ BSc എക്സാം എഴുതി എലിജിബിൾ ലിസ്റ്റിൽ വന്ന കുട്ടികളാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ആ എലിജിബിൾ ലിസ്റ്റ് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്തിരുന്നു കുറെ മുമ്പ്. നിങ്ങൾക്ക് ഇപ്പോഴും അത് എയിംസിന്റെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ആ ലിസ്റ്റിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ പങ്കെടുക്കാൻ പറ്റുക, എലിജിബിൾ ആയ കുട്ടികൾക്ക് മാത്രം. രണ്ടാമത്തേത്, ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന്റെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് വാട്സപ്പ് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്താൽ പ്രോപ്പർലി സമയത്ത് നിങ്ങളുടെ ഒരു സമയത്ത് റിപ്ലൈ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ വാട്സപ്പിൽ ചെയ്താൽ മജോറിറ്റി എല്ലാ ഡൗട്ടുകളുടെയും അപ്ഡേഷൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ പീരിയോഡിക്കലി തരും. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരുന്നു. അപ്പൊ എയിംസ് BSc നഴ്സിംഗ് ഓണേഴ്സ് നഴ്സിംഗ് 2024 ഈ സീറ്റിന് അല്ലെങ്കിൽ ഈ കോഴ്സിന്റെ അലോട്ട്മെന്റ് ആണ്. അപ്പൊ ഇതിന്റെ ഷെഡ്യൂൾ ഫോർ സീറ്റ് സീറ്റ് അലോക്കേഷന്റെ ഷെഡ്യൂൾ നോക്കാം. ഫസ്റ്റ് റൗണ്ട് ചോയ്സ് ഫില്ലിംഗ് പ്രോസസ്, ആദ്യ റൗണ്ടിന്റെ ചോയ്സ് ഫില്ലിംഗ് ജൂലൈ 5 തുടങ്ങി ജൂലൈ 9 5 മണി വരെയാണ്. അപ്പൊ ചോയ്സ് ഫില്ല് ചെയ്യാനുള്ള സമയമാണ്. ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാൻ പറ്റൂ, ഫസ്റ്റ് റൗണ്ടിൽ മാത്രം. രണ്ടാമത്തെ റൗണ്ടിന് വേണ്ടി ചോയ്സ് ഫില്ലിംഗ് ഇല്ല. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ, അതായത് ഈ ഫസ്റ്റ് റൗണ്ടിലോ സെക്കൻഡ് റൗണ്ടിലോ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും ചോയ്സ് ഫില്ലിംഗ് 5 തുടങ്ങി 9 വൈകിട്ട് 5 മണി വരെ സമയമുണ്ട്, അതിനുള്ളിൽ ചെയ്യണം. ഇതിന്റെ റിസൾട്ട് ജൂലൈ 12 വരും. ഇനി ഓൺലൈൻ അക്സെപ്റ്റൻസ് ഓഫ് സീറ്റ് അക്സെപ്റ്റ് ചെയ്യാനും നിങ്ങളുടെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ DD സബ്മിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സമയം ജൂലൈ 13 തുടങ്ങി ജൂലൈ 18 വൈകിട്ട് 5 മണി വരെയാണ്. അപ്പൊ ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ഞാൻ അടുത്ത സെഷനിൽ പറയാം. അതായത് നെക്സ്റ്റ് ജസ്റ്റ് കഴിഞ്ഞാൽ അടുത്തതിൽ പറയാം. അപ്പൊ ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ഇനി സെക്കൻഡ് റൗണ്ട്, രണ്ടാമത്തെ റൗണ്ടിന്റെ പ്രൊസീജിയർ തുടങ്ങുന്നത് 25 അപ്പൊ 25 ഡിക്ലെയർ ചെയ്യും എത്ര സീറ്റ് വേക്കന്റ് ഉണ്ട് എന്നത്. അപ്പൊ 25 ഡിക്ലെയർ ചെയ്യും എത്ര സീറ്റ് വേക്കന്റ് ഉണ്ടെന്നുള്ളത്. അതിന്റെ റിസൾട്ടും അന്ന് തന്നെ വരും. കാരണം എന്താ, നമുക്ക് ചോയ്സ് ഫില്ലിംഗ് ഇല്ല, ഓൾറെഡി നിങ്ങൾ കൊടുത്ത ചോയ്സ് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടത്തി തരിക. അതുകൊണ്ട് എന്താണ്, 25 നേരെ റിസൾട്ടാണ് വരിക. ഇനി അപ്പോഴും നിങ്ങൾക്ക് ഓൺലൈൻ അക്സെപ്റ്റൻസും ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സമയം 26 തുടങ്ങി 31 വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും. അപ്പൊ ജൂലൈ 26 തുടങ്ങി ജൂലൈ 31 വൈകിട്ട് 5 മണി വരെ നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിന്റെ സീറ്റ് അല്ലെങ്കിൽ ജോയിനിങ്ങും ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയെന്നിരിക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ആ സീറ്റ് എടുത്തിട്ട് കൺഫേം ചെയ്യാം, ഇനി മാറ്റം വേണ്ട, അത് മതി. രണ്ടാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് ആ സീറ്റ് എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. രണ്ട് ഓപ്ഷനേ ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ സീറ്റ് എടുക്കണം, എടുത്തില്ലെങ്കിൽ നിങ്ങൾ അടുത്ത റൗണ്ടുകളിൽ ഒന്നും ഉണ്ടാവില്ല, പുറത്താവും. അപ്പൊ എടുത്താൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്. എടുത്തിട്ട് അത് തന്നെ മതി എന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ അത് എടുത്തിട്ട് ഇത് നിൽക്കട്ടെ, ഇതിന് മേലൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതവിടെ വെക്കുകയും ചെയ്യാം. ഈ രണ്ട് ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾക്ക് രണ്ടാമത്തെ റൗണ്ടിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പഴയ സീറ്റ് അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ, അത് മറക്കണ്ട. റൈറ്റ്. ഇനി 17 എയിംസിലായിട്ട് 1231 സീറ്റാണുള്ളത്. അപ്പൊ ഈ എയിംസിന്റെ ലിസ്റ്റ്, 17 എയിംസ് ഏതൊക്കെയാണെന്നും സീറ്റ് എവിടെയൊക്കെയാണെന്നും എത്ര സീറ്റാണെന്നും ഒക്കെ ഉള്ളതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അതിപ്പോ ഞാൻ പറയാൻ പോയി ഒരുപാട് സമയം എടുക്കും, കാരണം ഓരോ എയിംസിലും ഓരോ കാറ്റഗറിക്കും എത്ര സീറ്റാണെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ നമ്മൾ ജസ്റ്റ് ഒരു ലിസ്റ്റ് മാത്രമാണ്. അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി പ്രൊസീജിയറിലേക്ക് വരുന്നു. എന്താ പ്രൊസീജിയർ എന്ന് ചോദിച്ചാൽ, aimsexams.ac.in എന്നുള്ള സൈറ്റിൽ കയറുക. അതിൽ രജിസ്റ്റർ ഫോർ ഓൺലൈൻ അലോക്കേഷൻ, അതായത് ഓൺലൈൻ സീറ്റ് അലോക്കേഷന് വേണ്ടി BSc നഴ്സിംഗിന്റെ സീറ്റ് അലോക്കേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക. അത് നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എലിജിബിൾ കാൻഡിഡേറ്റ്സ് മാത്രം, അതായത് ആദ്യം ഇട്ട ലിസ്റ്റിലെ എലിജിബിൾ കാൻഡിഡേറ്റ്സ് മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ അവർക്ക് രജിസ്റ്റർ ചെയ്യാം. ആ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ലിങ്ക് ടു പോർട്ടൽ വിൽ ബി അവൈലബിൾ. അതായത് ഈ പോർട്ടലിലേക്ക്, ബാക്കി പ്രോസസ്സിനുള്ള പോർട്ടലിലേക്കുള്ള ലിങ്ക് അവൈലബിൾ ആയി കിട്ടും. അപ്പൊ എവിടെ, നിങ്ങളുടെ ഹോം പേജിൽ, നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കിട്ടും. അപ്പൊ നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാനുണ്ടാവും. അപ്പൊ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതൊരു പാസ്വേഡ് ചോദിക്കും, ഒരു പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈ പേജ് എന്നുള്ള കാൻഡിഡേറ്റ് പോർട്ടലിൽ നിങ്ങൾക്ക് അതിനുള്ള ലിങ്ക് അവൈലബിൾ ആവും. ഏതിന്, ചോയ്സും ഫില്ല് ചെയ്യാൻ. അപ്പൊ ആ മൈ പേജിൽ കയറി നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറി അതിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് ചോയ്സസ് ഫില്ല് ചെയ്യുക.
ചോയ്സുകൾ സബ്മിറ്റ് ചെയ്യുക, ലോക്ക് ചെയ്യുക. ഈ പറഞ്ഞ ഡേറ്റിനുള്ളിൽ ജൂലൈ 9 മുമ്പ് ചെയ്യുക, 5 മണിക്ക് മുമ്പ് ചെയ്യുക. പിന്നീട് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുക. റിസൾട്ട് വന്നാൽ ബാക്കി പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ആ പ്രൊസീജിയർ പറഞ്ഞു, ഡേറ്റ് ഷെഡ്യൂൾ പറഞ്ഞു, സീറ്റിന്റെ എണ്ണം പറഞ്ഞു, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറഞ്ഞു. ഇനി ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കൂടി പറയാം. നിങ്ങൾ അതിലെ ഡോക്യുമെന്റ് നോക്കുക. ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റിൽ ഡോക്യുമെന്റുകളെല്ലാം ഒറിജിനൽ ആയിരിക്കണം. സപ്പോസ് ഒറിജിനൽ ഡോക്യുമെന്റ് എന്തെങ്കിലും താമസം നേരിട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഫോട്ടോ കോപ്പിയും പിന്നെ 1,00,000 രൂപയുടെ DDയും കൂടെ. ഒറിജിനൽ ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഈ ഡോക്യുമെന്റുകളുടെ ഫോട്ടോ കോപ്പിയും 1,00,000 രൂപയുടെ DDയുമാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഒറിജിനൽ സബ്മിറ്റ് ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ ഈ DD തിരിച്ചു തരും. അപ്പോൾ ഒറിജിനൽ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. റൈറ്റ്. എന്തൊക്കെയാണ് ഡോക്യുമെന്റ് വേണ്ടത്? അഡ്മിറ്റ് കാർഡ് ഇഷ്യൂഡ് ബൈ എയിംസ്. അതായത് എയിംസിന്റെ BSc നഴ്സിംഗ് എക്സാം എഴുതാൻ വേണ്ടി നിങ്ങൾ പോയപ്പോൾ നിങ്ങൾ എടുത്ത അഡ്മിറ്റ് കാർഡ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, അതിന്റെ ഒരു കോപ്പി കയ്യിലുണ്ടാവണമെന്ന്, അത് വേണം. പിന്നെ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ, അതായത് രജിസ്ട്രേഷൻ പ്രോസസ്, ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തതിന്റെ രജിസ്ട്രേഷൻ സ്ലിപ്പ് അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യുക. ഓഫർ ലെറ്റർ, അതുപോലെ സീറ്റ് അലോക്കേഷൻ ലെറ്റർ, ഇത് രണ്ടും നിങ്ങൾക്ക് റൗണ്ട് 1ന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈ പേജിൽ അവൈലബിൾ ആവും. ഓഫർ ലെറ്ററും സീറ്റ് അലോക്കേഷനും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് അതിന്റെ പ്രിന്റ് വേണം. +2 സർട്ടിഫിക്കറ്റ് വേണം, 10th സർട്ടിഫിക്കറ്റ് വേണം, +2ന്റെ മാർക്ക് ഷീറ്റ് വേണം. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്, അത് 10th സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റോ ഒക്കെ ആവാം. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റും ട്രാൻസ്ഫർ TCയുമാണ് വേണ്ടത്. പ്ലസ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റുകൾ, അതായത് നിങ്ങൾക്ക് ക്ലെയിം ഉണ്ടെങ്കിൽ OBC NCL ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം എങ്ങനെയായിരിക്കണം? ഇതെല്ലാം തന്നെ താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം, വില്ലേജിലേതല്ല, താലൂക്കിൽ നിന്നുള്ളതായിരിക്കണം. വില്ലേജിലേത് പറ്റില്ല. അതേപോലെ അതിനൊരു പർട്ടിക്കുലർ ഡേറ്റ് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു. അതായത് ഈ ഓൾറെഡി എലിജിബിൾ ആയിരുന്ന കുട്ടികൾ ഓൾറെഡി ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ആ ഡേറ്റിലെ ഡോക്യുമെന്റ് തന്നെ വേണം. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അലോട്ട്മെന്റ് കിട്ടിയാൽ നിങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.